ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണുള്ളത്. ഞങ്ങൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നോളൂ, ഇന്നലെ വരാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, കാരണം ഇന്നലെ രാത്രി ഇങ്ങോട്ടേ വരാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ പള്ളിയിലത്തെ കുർബാനയാണ്, അതായത് ഞങ്ങൾ വളാപാടത്ത് കുർബാനയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങളിത് കാണുന്നത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അത്രയുള്ളൂ. വെൽക്കം ബാക്ക് ടു റിച്ചിൽ മറിയം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വളാർപാടത്തെ പള്ളിയിലാണ് പോയത്. 11:30 കുർബാനയ്ക്കാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തി. ഈ വീടിൻ്റെ കോലങ്ങൾ കണ്ട ഞാൻ വേണം ഇവിടെ ഒതുക്കി പറക്കിയത്. സോനയ്ക്ക് അത് വെറും പാഴുകളാണ്. പിന്നെ ഞാൻ കുത്തിരിക്കാറില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. പള്ളി നല്ല ചൂടായിരുന്നു. എനിക്ക് ഫോൺ വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല. നല്ല പൊരി വെയിലായിരുന്നു. ഇന്നെന്താണെന്ന് പറയുന്നത്, നല്ല ചൂടുണ്ട്. ഞാൻ പോയപ്പോൾ കടയിൽ പോയി വെള്ളം കുടിച്ചിട്ട് വരാം. കട എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ കടയാണ്, പലചരക്ക് കടയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇപ്പുറം തന്നെയാണ് കട. ഈ ഓടിട്ട അവിടെയാണ് നമ്മുടെ കട. കടയിൽ പോയി വെള്ളം കുടിക്കാം. ഇവിടെ എൻ്റെ അപ്പൻ ഇപ്പം ഉണ്ടാവും. ഞാൻ തന്നെ ഉണ്ടാക്കിയ സർബത്ത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. മറിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കുന്ന സർബത്തിനുള്ള കടാന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയുടെ അടുത്ത് തന്നെ ഉണ്ടോ. കടയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പച്ച ലേസ് കൊടുത്തു. എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ കയറിക്കാണ്. പച്ച ലേസ് ഭയങ്കര പരാജയമായിട്ടിരിക്കുന്നു. മനസ്സിലാവും. ഇഷ്ടമില്ലെങ്കിലും ഞങ്ങളിത് ചേർത്തിട്ടുണ്ട്. അതാണ് നമ്മൾ കാണിക്കേണ്ട ആത്മാർത്ഥത. പിന്നെ ഞാനിപ്പോൾ മൈക്ക് മേടിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, സബ്സ്ക്രൈബേഴ്സ് 2000 ആയാൽ ഞാൻ എന്തായാലും ഒരു നല്ലൊരു മൈക്ക് ഞാൻ മേടിക്കും. അപ്പോൾ നമ്മൾ എത്തി. ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കലാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ചോറും വിന്താലും ചിക്കൻ കറിയും ഒഴിച്ചു കറിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് മോർജാറട്ടയായിരുന്നു. അതൊക്കെയാണ് കേട്ടോ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനെ കുറച്ച് ഒതുക്കാനുണ്ട്. വീടാകെ അലമ്പായി കിടക്കണതാണ്. പഴംപൊരി കട്ടൻ ചായ ഞാൻ ഉണ്ടാക്കി. പതിവില്ലാണ്ട് ഇതിൽ എന്താണെന്നറിയില്ല, എന്നോട് പഴംപൊരി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ പറയാറുള്ളൂ, അതിനെ ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കുന്നത് കഴിഞ്ഞു. ചിലർ വിചാരം എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ കട്ടൻ ചായ ഏലക്കായിട്ടാണ് ഉണ്ടാക്കിയത്. അടിയാണോ ഒളിച്ചിരിക്കണ ഗൈസ്. നമ്മുടെ ചീജാൻറ്റി, ജൂഡങ്കിൾ, ഞങ്ങളുടെ അമ്മ. അയ്യോ ഹായ് പറ മമ്മേ, ഹായ് പറ. അപ്പം ഞാൻ അമ്മാമ്മയുടെ അടുത്ത് പോയപ്പോൾ നിഖിലും പുറകെ അവളെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ അമ്മാമ്മയുടെ അടുത്ത് വെറുതെ ലാഗടിപ്പിച്ച് സ്റ്റൈലില്ലാതെ കണ്ടാ പറ, കുറ്റം പറയണ്ട. ശരിയാണ്, എനിക്ക് വീഡിയോ ലോങ് ആവണ്ടേ. എന്റെ ഫാനല്ല എന്നാ പറഞ്ഞു വന്നത്, ഫാൻ. അപ്പോൾ ജിൻസിയാൻ്റെ ഉപദേശമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു പാക്ക് ഉണ്ടാക്കാമെന്ന്. എന്താണെന്ന് വെച്ചാൽ സോനാപ്പിയും ഫ്രണ്ട്സും ഒക്കെ നല്ല ടാനായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഞാനും കുറച്ച് ടാനായിട്ടുണ്ട് ഇപ്പോൾ വർക്കിനൊക്കെ പോയി തുടങ്ങിയപ്പം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാപ്പിപ്പൊടിയും നമ്മുടെ അലോവേര ജെല്ല് വെച്ചിട്ടാണ് ഈ പാക്ക് ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇത് രണ്ടും നമ്മ അളവൊന്നും നോക്കിയില്ല, ജസ്റ്റ് നമുക്ക് 3 പേർക്കും വേണ്ട ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട്, 3 പേരല്ല 4 പേരുണ്ടായിരുന്നു, 4 പേർക്ക് വേണ്ട ക്വാണ്ടിറ്റി എടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ സോൻ്റെ കൂട്ടുകാരത്തി ഇത് നല്ലോണം ട്രൈ ചെയ്തപ്പോൾ ഒക്കെ റിസൾട്ട് ഉണ്ടായെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിത് ട്രൈ ചെയ്തത്. അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോഴേക്കും ഓരോരുത്തരായിട്ട് വീട്ടിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബോളൊക്കെ ആയിട്ട് ആദ്യത്തെ നീർന്നുണ്ടാന്ന് പറയുന്നിട്ട് ഇതില് നല്ല കളറുണ്ടോ നിനക്ക്? അപ്പോൾ സോന ഉണ്ട് ആദ്യം ഫേസ് പാക്ക് അവളുടെ ഫേസിൽ തന്നെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അവൾ ഇട്ട് തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് നീറ്റലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. പിന്നെ അത് എനിക്കുള്ള അവസരമായിരുന്നു. അപ്പോൾ എനിക്കിട്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ചെറിയൊരു പുകച്ചിൽ പോലെ ഉണ്ടെങ്കിലും പിന്നെ എനിക്കത് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അതങ്ങനെ വെയിറ്റ് ചെയ്യാനുണ്ടോ റിസൾട്ട് വേണ്ടിയിട്ട്. അപ്പോൾ സോൻ്റെ കൂട്ടുകാരത്തി ഇവള് പറഞ്ഞു തന്നവളും പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഫേസിൽ. അത്യാവശ്യം നല്ല പാക്കായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നല്ല ജോലിയായിട്ട് അത് കഴിഞ്ഞ് ജിൻസി ആൻറ്റി വന്നിട്ട് ചോദിച്ചു ജിൻസി ആൻറ്റിക്കും പാക്ക് ഇട്ട് കൊടുക്കുമെന്ന്. അങ്ങനെ നമ്മൾ ജിൻസി ആൻറ്റിക്ക് പാക്ക് ഇടുന്ന സീനാണ് കേട്ടോ ഇത്. അപ്പോൾ മറിയാമ്മനെ നോക്കിയപ്പോൾ മറിയാമ്മ അപ്പം കൂടി നല്ല എൻജോയ് ചെയ്യുന്നത് TV ഒക്കെ കാണുമായിട്ട്. അപ്പോൾ സോന ഫേസൊക്കെ കഴുകി, അവളുടെ ഫേസിൽ ഗ്ലോ ഉണ്ടെന്നാണ് അവൾ പറയണത്. അപ്പോൾ ഞാൻ പോയി ഫേസൊക്കെ കഴുകി എനിക്ക് ഗ്ലോ വന്നിട്ടുണ്ടാന്ന് നോക്കുന്ന സീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ഗ്ലോ വന്നിട്ടുണ്ടാന്ന്. ശരിക്കൊരു ഫോട്ടോ എടുത്താൽ കണ്ടിരുന്നു അല്ലേ? നല്ലോണം അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഗെറ്റ് ടുഗെദർ ഉണ്ട്. അമ്മയുടെ വീട്ടിൽ എല്ലാവരും കൂടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജോബ് ഇന്നല്ല കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും തിരിച്ച് ഖത്തറിലേക്ക് പോകും. അപ്പോൾ പോണതിന് മുന്നേ ഇങ്ങനെ കൂടാറുണ്ട് നമ്മളെപ്പോഴും. അപ്പോൾ ആയിടും ഗൈസ്. ഇതാണ് ഞങ്ങളുടെ വീട്ടുകാരെ വൃത്തിയുടെ വീട്ടുകാർ. ഹായ് ഗായ്സ് പറ. ഹായ് ഗായ്സ് പറ. ഹായ് ഗായ്സ്. അപ്പൊ നമുക്കിന്ന് തിന്നാനുള്ളത് എന്താന്ന് വെച്ചാൽ നമുക്ക് തിന്നാനുള്ളത് കാണിച്ചു തരാം. പിലോപ്പി കറി ഉണ്ട് നമുക്കിന്ന്. പിലോപ്പി വറുത്തതുണ്ട്, തലക്കറി ഉണ്ട് ഗൈസ്. പിന്നെ ഇന്ന് നമുക്ക് നല്ല കപ്പയുണ്ട്, ചിക്കൻ കടുത്തില്ല, ഫുള്ള് മീൻ, മാങ്ങമാരി മാങ്ങക്കടി ഉണ്ട് ഗൈസ്. ഇനി നമ്മളൊരു കറി, ഇനിയിപ്പോ നമ്മളൊരു ക്യാബേജും കൂടി വെക്കാനുണ്ട് കേട്ടോ. അതുപോലെ കഴിഞ്ഞാൽ തീർന്നു. പിന്നെ മോമോസ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ബീന്താലി. ഇതാണ് ചപ്പാത്തി റെഡിമേഡാ. അപ്പോൾ നമുക്ക് അമ്മയുടെ വീട്ടുകാരുള്ള അപ്പയുടെ വീട്ടുകാരും ഉണ്ട്. അപ്പോൾ അപ്പയുടെ വീട്ടുകാരിൽ ഇപ്പോൾ എല്ലാവരും ഇല്ല. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഗെറ്റ് ടുഗെദർ ഇപ്പോൾ വെച്ചിട്ട് കുറേ നാളായി. അപ്പോൾ അപ്പയുടെ വീട്ടിൽ ഇപ്പോൾ അംഗന്മാരൊക്കെ ഇപ്പോൾ എല്ലാവരും ഉള്ള സമയത്ത് കൂടുവാട്ടോ. പിന്നെ അനിയനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗാവുവിന് ഇപ്പോൾ ഒരു ഭ്രാന്താക്കണ സീനാണ്. റിക്കപ്പിലിട്ട് ഭ്രാന്താക്കുന്നവനെ. അപ്പോൾ അവനിങ്ങനെ എല്ലാവരും കൂടെ ആശ്വസിപ്പിക്കണമായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും കൂടി കുളിച്ച് റെഡിയായി കുറച്ചു നേരം പാട്ടൊക്കെ
മറിയാമ്മയും ഈ പാട്ടിനൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാ പാട്ടിനും നിന്ന് കൈയൊക്കെ അടിച്ച് അവരെ നല്ലോണം സപ്പോർട്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. നമ്മൾ വെച്ച എല്ലാ കറിയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഈ പരിപാടിയിൽ നിന്ന് നമ്മൾ തന്നെയാണ് ഫുഡൊക്കെ വെക്കാറ്. അപ്പോൾ അതിന് നല്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട്. പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കി അങ്ങനെ കഴിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.